ഗൈസ് അപ്പം നമ്മൾ ഇവിടെ സമയത്ത് ചെറിയൊരു സിമ്പിൾ ചിക്കൻ കറികളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. നമുക്കത് മല്ലിയില പുതിന എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തക്കാളി അതുപോലെ കുരുമുളക് എല്ലാം ഒന്നിച്ചാണ് നമുക്ക് വരക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള കറികളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അവിടെ നന്നായിട്ട് സവാളങ്ങളൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സവാളങ്ങൾ എടുത്ത് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്ക് മല്ലിയില നമ്മുടെ പുതിനയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയിലും പുതിന നന്നായിട്ട് നല്ല പച്ചമുളകും കാര്യങ്ങളൊക്കെ മാറണം. നമുക്ക് പിന്നെ നെക്സ്റ്റ് ഇപ്പം നമ്മൾ അരച്ച അരപ്പം കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ പച്ചമുളകും കാര്യങ്ങളൊക്കെ മാറും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആ മിക്സ് അരപ്പിൻ്റെ അടുത്ത സൈഡിലോട്ട് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി അതുപോലെ കുറച്ച് പട്ട കുറച്ച് കുരുമുളക് ആയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സൈഡിലിട്ട് അവിടെ നമ്മൾ നേരെ അതിനകത്തേക്ക് ചേർക്കുക. നമ്മൾ ഡയറക്റ്റ് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ ചിക്കൻ കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ചിക്കൻ തട്ടി കൊടുത്തിട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഫൈനൽ നമ്മുടെ ചിക്കൻ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രക്ഷയുടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി സിമ്പിൾ റെസിപ്പി ഉണ്ട്. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.